വിളിക്കാം. അങ്ങോട്ട് നീ അവിടെ പോ. ശരി ശരി. 1 2 3 4 5. ദേവി 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 എവിടെയാ? ദേവി കാണാനില്ല. ഇവിടെ എവിടെങ്കിലും കളിക്കുന്നുണ്ടാവും, നോക്ക്. എവിടെ പോയി? ദേവി സാറേ, ഞങ്ങളുടെ മോള് വീടിന്റെ പുറത്ത് നിന്ന് കളിക്കുകയായിരുന്നു സാറേ. എടോ നരസിംഹ, ഇവരൊക്കെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? കൊണ്ടുപോയി അകത്തിടോ. ആദ്യം റിംഗ് ടോൺ ഒന്ന് മാറ്റി സാറേ, എപ്പോഴും നീ അവിടെ നിന്റെ പണി നോക്ക. നോക്കിയതാ സാറേ. പ്രഭ, അവരെന്ത് കേസാ? സാറേ, കൊച്ചിനെ കാണാനില്ലതാ സാറേ. വീടിന് പുറത്ത് കളിച്ചോണ്ടിരുന്നു സാറേ, അവളെ കാണാനില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. കരയല്ലേ, കരയാതിരിക്കേ. കാണാതെ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. കാണാതായിട്ട് കരഞ്ഞിട്ട് എന്താ? സഹോദര, ഓരോ വീട്ടിന് മുമ്പിൽ ഓരോ പോലീസുകാരെ നിർത്താൻ പറ്റുമോ? അത്രയും പോലീസ് ഉണ്ടോ? കരയല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. എടോ പ്രഭ, സാർ, ഇവരെ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചോ? കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്തേക്ക്. ആ ഡ്രൈവർ വണ്ടി എടുക്ക്. വരൂ, പോകാം. പറയൂ കാരണ. സാർ, സാർ ഇപ്പൊ എവിടെയുള്ളത്? ഇതാ പുറപ്പെട്ടു. എന്ത് സാർ പുറപ്പെടുന്നുള്ളൂ? ഫോട്ടോഗ്രാഫറും ഫോറൻസിക്കും സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു സാർ. പുതിയതായിട്ട് ജോയിൻ ചെയ്ത AC വരെ പുറപ്പെട്ടു. ഞാൻ കോർട്ടിൽ ഒരു കാര്യത്തിന് വന്നാ തീർത്തിട്ട് വരാം സാർ. കാരണം പുതിയതായി പണം കാണുന്നവരും പദവിയിലെത്തുന്നവരും അധികാരത്തിലെത്തുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിലയിലായിരിക്കും. നീ എന്തിനാ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? തരുന്ന ശമ്പളമില്ലേ കിട്ടൂ. ഇതാ ഞാനിപ്പോ വന്നേക്കാം. മോനെ, എന്താ ഇത്? കൊറോണ കാലത്ത് ക്ഷേത്രം പൂട്ടി വെച്ചിരിക്കുന്ന പോലെയാണല്ലോ ഇത്. ഇന്നെങ്കിലും ആ ജോലിക്കാരിയോട് ഇതൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ, കേട്ടോ? ശരിയാണല്ലോ. എവിടാ അത്? താങ്ക്സ് മോനെ. എന്താ സാറേ, കേസ് CBCIDയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെയാ കൊണ്ടുപോയി കൊന്നത്. ഇയാളെങ്കിലും മര്യാദയ്ക്ക് കണ്ടുപിടിക്കോ? ലോ ആൻഡ് ഓർഡർ ആയിരുന്നെങ്കിൽ കണ്ടുപിടിച്ചേനെ. ജാതിയും ഉപവാസവും ഒക്കെ കാരണം കേസ് CBCIDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവര് വന്നെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റൂ. വിഷയം നമ്മുടെ കൈവിട്ടു പോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. മോർണിംഗ്. വിക്ടിമിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞോ? പാരന്റ്സിന് ആളയച്ചിട്ടുണ്ട് സർ. പബ്ലിക്കിനെ ഒന്ന് അലോ ചെയ്യരുത് സർ. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മീഡിയ വേണമെങ്കിൽ അലോ ചെയ്തോളൂ. യെസ് സർ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിരുന്നു. ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചിരുന്ന ചില പിള്ളേര് ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെന്ന് പറഞ്ഞ് അവർ പോലീസിന് ഇൻഫോം ചെയ്തു. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ആ മിസ്സിംഗ് ചൈൽഡും ഇവിടെ കിട്ടിയ വിക്ടിമിന്റെ ബോഡിയും ഒന്ന് തന്നെയാണോന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. ജ്യോതി, ജ്യോതി, എന്താ പറ്റിയ? ജ്യോതി, ജ്യോതി, ദേവി, അയ്യോ സാറേ.
ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാവുന്നു. കൊച്ചിയിൽ വീണ്ടും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന് മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ മാസം 17-ാം തീയതി മധു എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു സംഭവം നഗരത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. 8 വയസ്സുകാരിയായ ദേവി കൂട്ടുകാരികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാതാവുകയായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം കൊല ചെയ്യപ്പെട്ട നിലയിൽ മൃതദേഹം ഇടപ്പള്ളിക്കടുത്ത് വെച്ച് കണ്ടെടുത്തു. പുതുതായി ചുമതലയേറ്റ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു. സ്കൂൾ വാൻ വരാൻ സമയമായി. നീ ഇതുവരെ ഷൂ ഒന്നും ഇട്ടില്ലേ? വേഗം ആവട്ടെ. റെഡി, ക്വിക്ക്. ഐഷു, റെഡി? വാ വേഗം പോവാം. ഓക്കേ. കം ഓൺ. മഹാ, എനിക്ക് സാറ്റർഡേ സ്കൂളും ലീവാണ് ട്യൂഷനും ലീവാണ്. നീ എന്നെ ഈ വീക്കെൻഡിൽ തീം പാർക്ക് കൊണ്ടുപോകുന്ന എന്നെ പ്രോമിസ് ചെയ്തില്ലേ, ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ട്, ഉറപ്പായും കൊണ്ടുപോകും. ബൈ. നിങ്ങളൊന്ന് മറന്നു മഹാ? സോറി 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 സോറി. ഞാൻ ഇതല്ല ചോദിച്ചേ. ലഞ്ച് ബോക്സ് ഞാൻ കൈ തന്നു, പിന്നെ സ്കൂൾ ബാഗും തന്നു. വേറെന്താ ഉള്ളേ? എല്ലാം ചോദിച്ചു വാങ്ങണല്ലേ? Love you, Ishu. Finish your food. Okay. Don't fight, okay? Okay, bye. Love you, John. Love you too. പോട്ടെ വണ്ടി എടുത്തോ പോ. Bye. Bye. Bye, John. എടാ വിവരം കെട്ടവന്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് അവളുടെ സീറ്റാണെന്ന്. വായടക്ക്, ഞങ്ങൾക്ക് അറിയാം കേട്ടോ. നിങ്ങളൊക്കെ കുട്ടികളല്ല, പിജാജികളാ. മാമിന്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്. നിങ്ങൾ ബാഡ് വേർഡ്സ് ഒക്കെ പറയാണല്ലേ? എടി ചക്കരെ, എന്റെ ചോറിൽ മണ്ണിടല്ലേ മോളെ, നിനക്ക് പുണ്യം കിട്ടും. വെരി ബ്രൂട്ടൽ വിക്രം. എനിക്കും 2 പെൺകുട്ടികളുണ്ട്. ഈ കുട്ടിക്ക് സെഡേറ്റീവ്സ് നൽകി പല പ്രാവശ്യം റേപ്പ് ചെയ്തിരിക്കുന്നു. കുട്ടിയുടെ ശരീരത്തിൽ മാറിന്റെ ഭാഗത്തും തൊടയുടെ ഭാഗത്തും പ്രൈവറ്റ് ഭാഗത്തും കടിച്ചിരിക്കുന്നു. ബൈറ്റ് മാർക്സിന്റെ ഫോട്ടോഗ്രാഫ്സ് റിപ്പോർട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. മെഡിക്കലി നല്ല അറിവുള്ളവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം സീമൻ ട്രേസസ് അത്ര ബുദ്ധിപരമായി നശിപ്പിച്ചിട്ടുണ്ട്. Could it be a doctor? മൈറ്റ് ബി. ബോഡിയിൽ ഫിംഗർ പ്രിന്റ്സ്, ബ്ലഡ് മാർക്സ് ഒന്നുമില്ല. പിന്നെ DNA ഒരു തെളിവും കിട്ടാതിരിക്കാനായി ബുദ്ധിപരമായി ബോഡി കെമിക്കൽ വെച്ച് വാഷ് ചെയ്തിരിക്കുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ക്ലീൻ സ്ലീറ്റ്. ഈ കുട്ടിക്ക് വെള്ളവും ആഹാരവും നൽകിയതായി ഒരു തെളിവുമില്ല. വിക്ടിമിന്റെ മരണത്തിനുള്ള കാരണം സെക്ഷൽ അസോൾട്ട് എന്നാണോ പറയുന്നത്? ഇല്ല, കഴുത്തിൽ എന്തോ ഒരു കൂർത്ത സാധനം കൊണ്ട് കുത്തിയിട്ടുണ്ട്. അത് പുറകുവശത്തോടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഐ എം ഷുവർ ഇതിനു മുമ്പ് നടന്ന കൊലയും ഇതും ചെയ്തത് ഒരാളാകാനാണ് സാധ്യത. The wild animals are lion, tiger. The domestic animals are dog, cat, then bear. ആരുടെ മൊബൈൽ അത്? എന്റെ ഫോണാണ് മാം. ലെറ്റ്സ് ഗോ ടു ദ പ്രിൻസിപ്പൽ റൂം. കം കം. So girls, as an air hostess, it's our responsibility to make the passengers to feel safe and secure. So how are we going to... Sorry, 1 minute. Hello? ഞാൻ മാതാ സ്കൂൾ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് മിസ്സസ് മഹ. ആസ് പെർ ദ റൂൾ ഓഫ് ദി സ്കൂൾ
ഇങ്ങനെ സെൽഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? സോറി സർ, അവള് ഞാനറിയാതെ എടുത്തോണ്ട് പോയതായിരിക്കും. ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. ഇനി ഇങ്ങനെ നടക്കാതെ ശ്രദ്ധിച്ചോളാം കേട്ടല്ലോ. ഷുവർ. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാറേ. മോർണിംഗ്. ദാമു, പറയും മാഡം. ഈ ഫോൺ ഐശ്വര്യ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്. അവളുടെ അമ്മയുടെ കയ്യിൽ മാത്രമേ കൊടുക്കാവൂ. മനസ്സിലായല്ലോ? ശരി, ആയിക്കോട്ടെ മാഡം.